നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗണപതി സ്തുതിയുടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള ഒരു ജതി അതാണ് നമ്മൾ കാണിച്ചത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അവസാനത്തെ ഭാഗം, അതായത് ഒരു തീരുമാതിരി ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നമുക്ക് ഇപ്പം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും. അപ്പോൾ ഇതെല്ലാം ഇത് ബൗളി രാഗത്തിൽ തന്നെയാണ്. ഇത് മിശ്ര ചാപ്പിലാണ്. ആ വരുന്ന ജതി അതിൻ്റെ തീരുമാനം വരെ മിശ്ര ചാപ്പിലാണ്. അപ്പോൾ അത് നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള തളാങ്കുച്ചം തത്തിത്തളാങ്കുച്ചം തകതക്കുതളാങ്കുച്ചം. ഇവിടെ താളത്തിൻ്റെ ഒരു പ്രശ്നം എന്നോട് ഒരു കുട്ടി പഠിച്ചപ്പോൾ പറഞ്ഞു, ടീച്ചർ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കാൻ എന്നപ്പോൾ അതിപ്പോൾ അതൊന്ന് ശരിയാക്കാം എന്ന് വിചാരിക്കണം. പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യത്തെ ഇപ്പോൾ തജ്ജം തക്കുന്തരിക്കിട്ടത്തക്കെന്നുള്ളതിന് അത് ആദ്യം കാണിക്കാം. തജ്ജം റൈറ്റ് സൈഡിൽ ഒന്ന് പതുക്കെ നീങ്ങണം. തജ്ജം തക്കുന്തരി കിട്ടത്തക്ക തക്കിട്ട തക്കതിമ്മി, അതാണ് താളം. തക്കിട്ട തക്കതിമ്മി തക്കിട്ട തക്കതിമ്മി. ഈ സമയത്ത് നമ്മൾ കൈ എടുക്കണതാവട്ടെ. കൈ ഇവിടുന്ന് തക്കിട്ട അങ്ങോട്ട് മോള് കൂടെ ഒരു അരവൃത്തം മോള് കൂടെ എടുക്കണം. തക്കിട്ട തക്കതിമ്മി. പിന്നെ ഇവിടുന്ന് തക്കിട്ട തക്കതിമ്മി. ഇത് കഴിഞ്ഞിട്ട് തക്കതിമി തക്കതിമി എന്ന് ചതുരശ്രമാണ് എടുക്കുന്നത്. തൈ തൈ തി തൈ 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 തി. ഇവിടെ കൈ താഴെ കൂടെ കൊണ്ടുവരണം. അപ്പം മിശ്രം എടുത്തപ്പോൾ താഴെ മോള് കൂടെ കൊണ്ടുപോയി. ചതുരശ്രം എടുക്കുന്നത് താഴെ കൂടെയാണ് ഇതിൽ കൈ ശരിയാക്കിയിരിക്കുന്നത്. തൈ തൈ തി തൈ. അതായത് തക്ക ദിമി തക്ക ദിമി. മറ്റതിന് 7 മിശ്രയാപ്പ്, ഇവിടെയും 7. അത് കറക്റ്റായി. അത് കഴിഞ്ഞ് തക്കദിമ്മി തക്കദിമ്മി എന്ന് പറയുമ്പോൾ 8 നമ്പേഴ്സാണ് വരുന്നത്. 8 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മിശ്ര ചാപ്പിന് 7 നമ്പേഴ്സേ ഉള്ളൂ. 8 നമ്പർ ആവുമ്പോൾ ഒരു നമ്പറിൽ ബാലൻസ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തീരാണ്. ഈ തീര് നമ്മൾ പുഷ്പം ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർച്ചിക്കുന്നത് മാതിരിയാണ് കാണിക്കുന്നത്. അല്ലാണ്ട് അവിടെ നമ്മൾ സ്റ്റെപ്പ് ചവിട്ടുന്നില്ല. ഇത് ചെയ്തുകൊണ്ട് നമ്മളങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പുഷ്പം ഇവിടെ തൈ ദിത്തി തൈ 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 ദിത്തി തൈ 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 ദിത്തി തൈ എന്നാണ്. തത്തിത്തളാങ്കു തകതിത്തളാങ്കു തളാങ്കുചം തത്തിത്തളാങ്കുചം തകതിക്കു തളാങ്കുചം തളാങ്കുചം തത്തിത്തളാങ്കുചം തകതിക്കു തളാങ്കുചം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ തളാങ്കുചം 3 അക്ഷരം, 3 നമ്പർ. തത്തിത്തളാങ്കുചം 5 നമ്പർ. തകതിക്കു തളാങ്കുചം എഗെയിൻ 5 നമ്പർ. അപ്പോൾ തളാങ്കുചം 3 3 പ്ലസ് തത്തിത്തളാങ്കുചം പ്ലസ് 5 തകതിക്കു തളാങ്കുചം എഗെയിൻ പ്ലസ് 5. അപ്പോൾ 5 + 5 + 3 എന്ന് പറയുമ്പോൾ 13 നമ്പേഴ്സായി. അപ്പം നമ്മുടെ മിശ്ര ചാപ്പിന് 7 നമ്പേഴ്സാണ്. 2 താളവട്ടം വരണമെങ്കിൽ 14 നമ്പേഴ്സ് വരണം. ഇവിടെ 13 നമ്പേഴ്സ് വന്നു. 1 നമ്മൾ നേരത്തെ വന്നിട്ട് ബാലൻസ് ഇങ്ങോട്ട് ചേർക്കണം. തത്തിത്തള ഇതെടുത്തല്ലോ തൈ തൈ തിത്തിത്തെ. അതിൽ 8 അക്ഷരത്തിൽ ഒരെണ്ണം ബാലൻസ് വന്നു. അപ്പം അതും കൂടി ഇതിൽ ചേർക്കുമ്പം 2 മിശ്ര ചാപ്പ് കറക്റ്റാവും. അതങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പം എങ്ങനെയാണ് ചെയ്ത് തജ്ജം തൈ തൈ തിത്തി തൈ തജം തൈ തൈ തിത്തി തൈ കഴിഞ്ഞ് തൈ തൈ തിത്തി തൈ 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 തിത്തി തൈ. അത് കഴിഞ്ഞ് ഇത് വെറുതെ തളാങ്കുചം തത്തിത്തളാങ്കുചം തകതികു തളാങ്കുചം. ഇവിടെ നമ്മൾ ഇതുവരെ മിശ്ര ചാപ്പാണ്. ഇത് കഴിഞ്ഞ് ബൗളിയിൽ ഒരു ചെറിയ പീസ് പാട്ട് പാടുന്ന ആളോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതെങ്കിലും ഒന്ന് വായിക്കണം. വയലിനോ ഫ്ലൂട്ടോ എന്തെങ്കിലും. അപ്പോൾ
ആ സമയത്ത് നമ്മൾ തൊഴുകയാണ് ചെയ്യുന്നത്. പുഷ്പം അർപ്പിച്ചു കഴിഞ്ഞ് വന്ദിച്ചു. ഇവിടുന്ന് സാഹിത്യം തുടങ്ങുന്നു. സാഹിത്യം തുടങ്ങുന്നത് കാഞ്ചനവർണ്ണനം കരിവദനാതവ കാലിന കുംഭിടം കാത്തരുളേണമേന്നാണ്. അത് കാഞ്ചനവർണ്ണനം കരിവദന, സ്വർണ്ണ നിറത്തിലുള്ള ഗജവദന, നിൻ്റെ കാലിന കുമ്പിടാം നീ കാത്തരുളണമേ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ മുഖം കൊണ്ട് മാത്രം ഒന്ന് അഭിനയിക്കുക ചെയ്യണത്. അതിങ്ങനെ കാഞ്ചനവർണ്ണനം കരിവദന തവ കാലിന കുംഭിടാം, പിന്നെ നീക്കുക കാത്തരുളേണമേന്ന് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് മുഖം കൊണ്ടുള്ള. ഇനി ഒരു പദാർത്ഥ മുദ്രയും കൂടി ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ അത് വിസ്തരിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഈ പദാർത്ഥ മുദ്ര അത് ഇപ്പം നീറ്റു, നമ്മൾ കാത്തരുളേണമേന്ന് നീറ്റു. അത് കഴിഞ്ഞ് കാഞ്ചന വർണ്ണനം കരിവദനാതവ കാലിന കുംഭിടം കാത്തരുളേണമേ. കാഞ്ചനം സ്വർണ്ണ നിറത്തോടു കൂടിയ കരിവദന നിൻ്റെ കാലിന കുമ്പിടം നീ ഞങ്ങളെ രക്ഷിക്കണേ. ഇത്രയാണ്. പിന്നെ നമ്മൾ ആ തീരുമാനം മുതൽ ഇതുവരെ ഒന്ന് ഞാൻ ധന്യെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമുക്ക് കാണാം. തരിത്ത തരിത്ത ദീം ദിമിത്ത ദിമിത്ത തും തരിത്തം തരിത്തം തങ്കിട്ട തക്ക തരികിട്ട ദിമിതകരത്തി തെളാങ്കുജം തക്കതി തകതി തെളാങ്കുജം തകതി തത്തി തെളാങ്കുതകതി തെളാങ്കു തെളാങ്കുജം തത്തി തെളാങ്കുജം തകതി കുതളാങ്കുജം. കാഞ്ചനവർണ്ണനം കരിവദനാതവ കാലിന കുംഭിടം കാത്തരുളേണമേ. കാഞ്ചനവർണ്ണനം കരിവദനാതവ കാലിന കുംഭിടം കാത്തരുളേണമേ. നമുക്കിനി ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം.